പമ്പാ നദിയുടെ കൈവഴിയായിട്ടുള്ള അഴുതയാറിൻ്റെ ഇരുകരകളിലുള്ള ഒരു ഗ്രാമമാണ് പീരുമേട്. ഒരുപാട് സാഹസിക വിനോദസഞ്ചാരങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള കുട്ടിക്കാനത്തിനടുത്ത് തന്നെയാണ് പീരുമേട് എന്ന ഗ്രാമമുള്ളത്. അപ്പോൾ നമുക്ക് ഈ പീരുമേടിൻ്റെ ഗ്രാമത്തിനോടൊപ്പം അവിടെ വന്ന് താമസിക്കാൻ പറ്റിയൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ബഹുമാനായിട്ടുള്ള മുഹമ്മദ് റിയാസ് സാറാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ പെരുവന്താനം അല്ലേ, മുണ്ടക്കയിൽ നിന്ന് പെരുവന്താനം കൂടി നമ്മൾ ഇന്ന് പീരുമേടിനാട്ടോ പോണേ. അപ്പോൾ പീരുമേടിൻ്റെ അടുത്തുള്ള കുറച്ച് നല്ല ഗ്രാമങ്ങളും പിന്നെ നമ്മൾ പോണ വഴികൾ നല്ല നല്ല കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിലായിട്ട് കണ്ടോ സെൻറ്റ് ആൻ്റണീസ് ഒരു കോളേജിൽ നിന്നൊരു കോളേജൊക്കെ കേട്ടോ. നമ്മുടെ പെരുവന്താനത്താണ് ഈ കോളേജ് ഇരിക്കുന്നത്. നല്ല രസമാണ് ഈ കോളേജ്. നമ്മുടെ ഒരു എയർപിൻ വളവിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വലിയ മലമുകളും താഴെ എസ്റ്റേറ്റ് ഗ്രാമങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല രസമുള്ളൊരു വഴിയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് മേളായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നാൽ ഈ ഗ്രാമത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഞാനൊരു ദിവസം അടുത്ത മഴക്കാലത്ത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് ഈ താഴെയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണിച്ചു തരാവേ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മാർച്ച് 22 തീയതി കേട്ടോ. 21 തീയതിയൊക്കെ ഞങ്ങളുടെ അവിടെ നല്ല മഴയായിരുന്നു. നല്ല മഴക്കാലത്തുള്ള മഴ പോലെയുള്ള മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ കുട്ടിക്കാനം കൂടി പീരുമേടിന് പോകാം. അപ്പോൾ പീരുമേട് വന്നാൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പാകത്തിൻ്റെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്. നല്ല പീരുമേട് ഗസ്റ്റ് ഹൗസ്, അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ ഓരോരോ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യാം. ഈ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര ഭാഗ്യം ചെന്നവരല്ലേ. എത്ര മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ആ ഒരു കോളേജ് ഇരിക്കുന്നത്. ഒരു ഹെയർപിൻ വിളവിൻ്റെ തൊട്ട് മുകളിലായിട്ട്. പെരുവന്താനം എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു മഴ പെയ്താലും കോടമഞ്ഞുകൾ നിറയുന്ന സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ റൂട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്കൂടെ പോകുമ്പോൾ തന്നെ ഇതുപോലുള്ള കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിൽ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് കുട്ടിക്കാനം. ധാരാളം സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ ഒരു കുട്ടിക്കാനത്തുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം ചങ്ങനാശ്ശേരി രാജാവിൻ്റെ കീഴിലായിരുന്നു. 1756-ൽ തിരുവിതാംകൂർ രാജാവ് ചങ്ങനാശ്ശേരി കീഴടക്കിയപ്പോൾ ഈ സ്ഥലം തിരുവിതാംകൂറിൻ്റെ കീഴിലായി. ഹെൻറി ബേക്കറാണ് ഇവിടെ ആദ്യമായിട്ട് തേയില കൃഷി നടത്തിയിരുന്നത്. സമ്മർ പാലസ് എന്നറിയപ്പെടുന്ന അമ്മച്ചി കൊട്ടാരം, അതായത് ശ്രീമൂലം തിരുനാളിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. അപ്പം അമ്മച്ചി കൊട്ടാരം, അതുപോലെ തന്നെ ആഷ്ലി ബംഗ്ലാവ്, പാഞ്ചാലിമേട്, സെൻറ്റ് ജോർജ് CSI ചർച്ച്, അങ്ങനെ ചരിത്രം മുറുങ്ങിക്കിടക്കുന്ന കുറേ നിർമ്മിതികൾ നമ്മുടെ കുട്ടിക്കാനത്ത് തന്നെയുണ്ട്. അപ്പോൾ കുട്ടിക്കാനത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറം മാറിയുള്ള പീരുമേട് വില്ലേജിലോട്ട് യാത്ര ചെയ്യാം. ഞാൻ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ പീരുമേട് ടൗണിലാട്ടോ. എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് അഴുതയാറാണ്. അത് പമ്പയാറിൻ്റെ കൈവഴിയായിട്ടാണ് അഴുതയാറ്. അപ്പം അഴുതയാറിൻ്റെ ഇരു കരകളിലുമായിട്ടാണ് പീരുമേട് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ 18-ാം നൂറ്റാണ്ടിലെ സന്യാസിയായിട്ടുള്ള സൂഫി സന്യാസിയായിട്ടുള്ള പീർ മുഹമ്മദിൻ്റെ പേരിലാണ് പീരുമേട് എന്നൊരു അറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് എസ്റ്റേറ്റ് ഗ്രാമങ്ങൾ ഈ പീരുമേടിന് ചുറ്റുമായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു ഗ്രാമമാണ്. നിങ്ങളിവിടെ വന്നാൽ ഇതിൻ്റെ ആ വിഷ്വൽ കാണുമ്പോഴാണ് ശരിക്കും മലകളിലെ ഒരു താഴ്വാരം തന്നെയാണ്. ഒരുപാട് മലകളുണ്ട് കേട്ടോ. ഇവിടുന്ന് വണ്ടിപ്പെരിയാർ കുമ്മളിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. കുട്ടിക്കാനം നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ ഈ ഇവിടം വരെ കേട്ടോ. എന്തായാലും കൊള്ളാം. നല്ല കിടലനായിട്ടുള്ള ഒരു ഗ്രാമം തന്നെയാണ് നമ്മുടെ പീരുമേട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പട്ടണമാണ് പീരുമേട്. പീരുമേടിൻ്റെ പഴയ പേര് അഴുത എന്നായിരുന്നു. പ്രമുഖ സിദ്ധനും സൂഫി സന്യാസിയുമായിരുന്ന പീർ മുഹമ്മദ് വലിയുള്ള ദീർഘകാലം ധ്യാനത്തിന് തിരഞ്ഞെടുത്ത മലയായതുകൊണ്ടാണ് പീരുമേട് എന്ന പേര് വന്നതെന്നാണ് ചരിത്രം പറയുന്നത്. പീരുമേടിനെ ഏറ്റവും സുന്ദരമാക്കുന്നത് തന്നെ ഇവിടുത്തെ മലനിരകളാണ്. എന്ത് രസമെന്നറിയോ ഇങ്ങനെ മലകളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് പീരുമേട് വന്ന് താമസിക്കാൻ പറ്റിയൊരു ഏറ്റവും നല്ലൊരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് നമ്മുടെ പീരുമേടുണ്ട്. ഇടുക്കി ജില്ലയിലോട്ട് നിങ്ങൾ വരുമ്പോഴുണ്ടല്ലോ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ ഗ്രാമങ്ങളാണ് കൂടുതലും, മലകളാണ് കൂടുതലും, വെള്ളച്ചാട്ടങ്ങളാണ് കൂടുതലും. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇടുക്കി ജില്ലയിലോട്ട് വരാട്ടോ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര വേനൽ വന്നാലും അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരിക്കും. നല്ല കോടമഞ്ഞ് അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു മഴ പെയ്താൽ പിന്നെ പറയണ്ട, അത്രമാത്രം ഭംഗിയാണ്. ഈ ഒരു മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ താഴെയാണ് നമ്മുടെ പീരുമേടെന്ന ഒരു ചെറിയൊരു പട്ടണമുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു നല്ല പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. അപ്പോൾ നമുക്ക് നേരെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളും കൂടി കാണാം. അപ്പോൾ നമ്മളെന്തേ പീരുമേടിലുള്ള ഇക്കോ ലോഡ്ജാട്ടത്. ഇതിൻ്റെ ഉദ്ഘാടനം മറിയ സാറാണ് ചെയ്യണത്. നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല തണുത്ത കാറ്റും. ഇവിടെ എപ്പം കൊടും വേനലിൽ വന്നാലും നല്ല തണുത്ത കാറ്റാണ്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളുടെ നിലവാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോഴോ അതെല്ലാം നവീകരിച്ച് നല്ല എലഗൻ്റ് രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ എന്തായാലും മുഹമ്മദ് റിയാസ് സാറ് വളരെ മുന്നിൽ തന്നെയാണ്.
കുട്ടിക്കാനത്ത് ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. www.kerala.tourism.org അല്ലെങ്കിൽ yathriniwas.com എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള താമസ സൗകര്യമൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു മലയുടെ മുകളിലാണ് ഈ പറഞ്ഞ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്നത്. ഇവിടെ 3 തരത്തിലുള്ള റൂമുകൾ അവൈലബിൾ ആണ്. അനക്സും എക്കോ ലോഡ്ജും അല്ലെങ്കിൽ സ്യൂട്ട് റൂമും. അപ്പം ഇവിടെ 3 തരത്തിലും 3 താരിഫാട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചെറിയ റേറ്റിലൊക്കെ താമസിക്കാൻ നിങ്ങൾക്ക് അനക്സ് ബിൽഡിംഗ് താമസിക്കാം. ഒരു 3000 ഒക്കെ റേറ്റ് ആണെങ്കിൽ എക്കോ ലോഡ്ജ് താമസിക്കാം. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള റേറ്റ് ആണെങ്കിൽ നമുക്ക് സ്യൂട്ട് റൂമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴും അതിനു മുമ്പ് ചെറുതായിട്ടൊരു ചെണ്ടമേളമൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു ചെണ്ടമേളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന സമയമായിട്ടില്ല. നമുക്ക് മേളിലോട്ട് കയറി ചെന്നിട്ട് ആ ഉദ്ഘാടന സമയത്തിന് മുൻപ് ഉള്ള റൂമുകളൊക്കെ കാണാം കേട്ടോ. എന്തായാലും എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. 10 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ്. അതിന് മുമ്പ് നമുക്ക് റൂമിൻ്റെ കാഴ്ചകളാണ്. ഞാൻ നമ്മുടെ ഗവൺമെൻറ് എക്കോ ലോഡ്ജിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. നല്ല ട്രഡീഷണൽ സ്റ്റൈലിലായിട്ട് ഇതെല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നല്ല രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറ്റി ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ അത്യാവശ്യം കയറി വരുമ്പോൾ ഒരു റിസപ്ഷനൊക്കെ ഉണ്ട്. നല്ല ഒരു എലഗൻ്റ് ഫീൽ കിട്ടാൻ പാകത്തിനാണ് റിസപ്ഷനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് 2 സൈഡിലേക്കും റൂമുകളുണ്ട്. ഫുൾ അങ്ങോട്ട് റൂം. ഇതൊരു ഡൈനിങ് ഹാളാണ് നേരെ കിടക്കുന്നത് കേട്ടോ. നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഡൈനിങ് ഏരിയ നല്ല ഇതുണ്ടോ, അടിപൊളി, നല്ല കൂളായിട്ട് AC കേട്ടോ ഫുള്ളായിട്ട്. എന്തായാലും കൊള്ളാമല്ലേ. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് ഇങ്ങനത്തെ ഗസ്റ്റ് ഹൗസുകളൊക്കെ. ഇപ്പോൾ എനിക്കിവിടെ കേരളത്തിലെ മിക്ക ഗസ്റ്റ് ഹൗസുകളും തന്നെ ഇതുപോലെ നല്ല എലഗൻ്റ് ഫീലിൽ ഈ ഒരു എന്നാ പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പീരുമേട് വരുവാണെങ്കിൽ ഇത്ര നല്ലതായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ വേറെ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു തട്ടിക്കൊണ്ടുള്ള ഒരു ഉണ്ടല്ലോ മേക്ക് ഓവർ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോ റൂമും നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം. ഈ റൂമിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുള്ള ഒരു കോട്ടയാട് നല്ല രസമുണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസാന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഇതുണ്ടോ, നമുക്ക് ചില്ല് ചെയ്ത് അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ നല്ല പറ്റിയ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെയാണല്ലോ ഓരോ ഏരിയയും ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ ഒരു കോട്ടയാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ നല്ല എലഗൻ്റ് ഫീലാണ് കിട്ടുന്നത് കേട്ടോ കൂടുതലും. എന്തായാലും നമ്മുടെ കേരള ഗവൺമെൻറ് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇതുപോലെയുള്ള ഗസ്റ്റ് ഹൗസുകളെല്ലാം അവർ നല്ല രീതിയിലാണ് റിനോവേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. 2 സൈഡിൽ റൂം കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഒരു കോട്ടയാട് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് അത് നല്ല കാണാനൊക്കെ നല്ല ഒരു എലഗൻ്റ് ഫീൽ കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാം റൂമുകളും തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പീരുമേട് വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. എന്തായാലും കൊള്ളാം. ആംബിയൻസ് നല്ല അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നല്ല മഴയൊക്കെ വന്നാൽ നല്ല രീതിയിൽ എന്നാ പറയുക മഞ്ഞൊക്കെ വന്നൊരു സ്ഥലമാണ് പീരുമേട്. ഒരു കുട്ടിക്കാരന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ ഈ പീരുമേടിനുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് പുറകുവശം മുൻവശം എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ മലകൾ മാത്രമാണ്. എത്ര ഭംഗിയല്ലേ നമ്മുടെ ഇടുക്കി കാണാൻ വേണ്ടി. മൊത്തം ഈ ഗസ്റ്റ് ഹൗസിൽ 12 റൂമുകളാണുള്ളത്. ഇത് അത്യാവശ്യം എല്ലാം തന്നെ തേക്കിലാട്ടോ ഫിനിഷ് ചെയ്തേക്കുന്നത്. നല്ല തേക്കും തടിയോട് നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന റൂമിൻ്റെ കാഴ്ച എന്ന് കാണാം. കണ്ടോ നല്ല രീതിയിൽ ശരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നൊരു സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടും ഈ ഗസ്റ്റ് ഹൗസ് വന്നാൽ. അത്ര നല്ലതായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പീരുമേട് വരുമ്പോൾ തീർച്ചയായിട്ടും ടൂറിസം വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഇതുണ്ട്, ഞാൻ ലിങ്ക് തരാം. അല്ലെങ്കിൽ കയറാൻ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും ഇനിയും ഒരുപാട് ഗസ്റ്റ് ഹൗസുകൾ ഇതുപോലെ കിടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ രീതിയിൽ ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ട് എന്നാ പറഞ്ഞേ നമ്മുടെ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ടോയ്ലറ്റാണ്. നല്ല സ്പേസ് ഉണ്ട് ടോയ്ലറ്റിനാണെങ്കിലും. കൊള്ളാമല്ലേ. ഇനിയിപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി റൂമും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ. കണ്ടോ. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ അറേഞ്ച് ചെയ്ത രീതിയൊക്കെ നല്ല രസമാട്ടോ. റൂമിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ തീർച്ചയായും ഉണ്ടോ ഇതുപോലെ കോട്ടയാറിലോട്ട് ഇങ്ങനെ ഇറങ്ങാം. ഇതിങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള സാധനം കേട്ടോ. സ്ലൈഡിങ് അല്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പം മനോഹരമായിട്ടുള്ളൊരു കോട്ടയാറിലോട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. കണ്ടോ ഇവിടുത്തെ ഏരിയ. ഇവിടെ നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ അത്യാവശ്യം സംസാരിക്കാം. കാരണം ഇവിടെ ഇത്ര നല്ല വേനൽക്കാലം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ എന്നാ പറഞ്ഞത് കാലാവസ്ഥ കൊണ്ട് നമുക്ക് വളരെ കൂളായിട്ടിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. ചായ കുടിച്ചിട്ട് സെറ്റപ്പ് അല്ലേ. പിന്നെ പീരുമേട് എന്ന് പറയുമ്പോൾ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ ഇടുക്കിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരുപാട് എസ്റ്റേറ്റുകളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ് പീരുമേട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അനക്സ് ബിൽഡിംഗ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 1000 രൂപീസ് താഴേക്കുള്ളൂ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണമെങ്കിൽ. ഇവിടെ ഏകദേശം ഒരു 3000 രൂപീസിൽ എബവ് കേട്ടോ ഈ ഒരു ചാർജ്. പിന്നെ അവിടെ ഒരു സ്യൂട്ട് റൂമുണ്ട്, 3 സ്യൂട്ട് റൂമുണ്ട് അവിടെ. അത് എനിക്ക് വേണമെങ്കിൽ PAPs ഒക്കെ വരുമ്പോൾ താമസിക്കാനുള്ളൊരു സ്ഥലം കേട്ടോ. ആ ഒരു സ്ഥലം. ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പച്ചപ്പ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി പീരുമേട്ട് വന്നവർക്ക് താമസിക്കാൻ വേണ്ടി വേറൊരു സ്റ്റേ ഒന്നും
തരേണ്ട കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ പീരുമേട് ഈ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് ധൈര്യമായിട്ട് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഇഷ്ടത്തിനനുസരിച്ച് താമസിക്കാം. നല്ല അടിപൊളി സ്റ്റേ ആണ്. അപ്പോൾ എല്ലാവരും വരിക, താമസിക്കുക കേട്ടോ, അടിച്ചു പൊളിക്കുക. നമുക്കിനി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാർ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒന്ന് എക്കോ ലോഡ്ജിലാണ് നമ്മൾ വയ്ക്കുന്നത്. ഈ എക്കോ ലോഡ്ജിൻ്റെ ഭാഗമാണ് ഇതിലൂടെ ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്തേക്കുന്നത്. കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ കുടുംബമായും സുഹൃത്തുക്കളായും ഒക്കെ താമസിക്കാൻ ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുന്നത് ഏറെ പ്രയോജനപ്പെടും. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കും. വിദേശ സഞ്ചാരികൾ ഏറ്റവും അധികം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയായി ഇടുക്കി മാറിയിരിക്കുകയാണ്. കേരളത്തിലുള്ള മിക്ക ഗസ്റ്റ് ഹൗസുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടുക്കി ജില്ലയിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് മൂന്നാറിലെ ഒരു ഗസ്റ്റ് ഹൗസിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു PWD ഗസ്റ്റ് ഹൗസായിരുന്നു അത്. അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഗസ്റ്റ് ഹൗസുകളും അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം താമസിക്കാനാണേലും ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് താമസിക്കാൻ പറ്റും മറ്റുള്ള റൂമുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ സ്യൂട്ട് റൂമാണ്. അപ്പോൾ സ്യൂട്ട് റൂമിൽ സാധാരണ എനിക്കൊന്ന് VIPസിനൊക്കെയാണ് താമസിക്കാനുള്ള സൗകര്യം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരുപക്ഷെ അവൈലബിൾ ആണെങ്കിൽ നമുക്കും പബ്ലിക്കിനും താമസിക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ www.kerala-tourism.org എന്നൊരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അവിടെ കയറിയാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇവിടെയുള്ള ഈ ഒരു എക്കോ ലോഡ്ജിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി പോകുന്നത് നേരെ വാഗമണിലുള്ള പാരാഗ്ലൈഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിനാണ്. അപ്പോൾ നമുക്ക് ആ പാരാഗ്ലൈഡിങ്ങിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നഗരത്തിൻ്റെ തിക്കിലും തിരക്കിൽ നിന്നെല്ലാം മാറി കാടുകൾക്കിടയിലെ സാഹസികതയും മൂടൽമഞ്ഞിൽ കുളിച്ച ഓരോ പകലും, എന്നോ കേട്ടുകേൾവിയുള്ള രാജാക്കന്മാരുടെ വസതിയും യാത്ര കഴിഞ്ഞതിന് ശേഷവും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഓരോ അനുഭവവും ഇടുക്കി ജില്ലയിലെ ഓരോ ഗ്രാമവും വാഗ്ദാനം ചെയ്യുന്നു. നമ്മളുടെ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റ് നടക്കുന്ന ആ ഒരു വാഗമണിൻ്റെ ടോപ്പിലാട്ടോ. ഓരോ ആൾക്കാർ വലിയൊരു ഡ്രീം ആയിരിക്കട്ടെ ഇങ്ങനെ പാരാഗ്ലൈഡിങ് ചെയ്ത് ഇങ്ങനെ പോകാന്ന് വെച്ചാൽ ഈ വാഗമണിൻ്റെ മുട്ടക്കുന്നിൻ്റെ മുകളിൽ എന്നെ രസമായിരിക്കും അല്ലേ. നമ്മളിങ്ങനെ പരിധിനെ പോലെ പറന്നു പോകുന്ന കാഴ്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് ഞാൻ ഇതിനെ മുതിരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റിന് പേടിയൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഒന്ന് പങ്കെടുക്കാം കേട്ടോ. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും പാരാഗ്ലൈഡിങ്ങിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവെക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് സാറ് ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്തായിരുന്നു. ഏകദേശം ഒരു 3500 അടി മുകളിൽ പറഞ്ഞായിരുന്നു. വരും കാലങ്ങളിൽ കേരളത്തിൻ്റെ ടൂറിസം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.